മെഡിക്കൽ അലോട്ട്മെന്റ് പ്രക്രിയയിലെ ഏറ്റവും നിർണായക ഘട്ടമായ മൂന്നാം ഘട്ടത്തിലേക്ക് സ്വാഗതം. ഈ അലോട്ട്മെന്റിലെ ഓരോ തീരുമാനവും നിങ്ങളുടെ കരിയറിനെ നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് സൂക്ഷ്മമായ ഓരോ നീക്കത്തിനും കൃത്യമായ മാർഗനിർദ്ദേശം ആവശ്യമാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ അലോട്ട്മെന്റ് സംബന്ധമായ വിവരങ്ങൾക്കും കരിയർ ഗൈഡൻസിനും എല്ലാത്തരം സംശയങ്ങൾക്കും ഒറ്റ പരിഹാരം. നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. എല്ലാ അപേക്ഷകളും അലോട്ട്മെന്റുകളും നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഓരോ കാര്യവും ഇനി ഒരു ക്ലിക്കിൽ ഞങ്ങളിലൂടെ കൈകാര്യം ചെയ്യാം. മൂന്നാം ഘട്ട അലോട്ട്മെന്റ്, അവസാന തീരുമാനം. ഓൾ ഇന്ത്യ മെഡിക്കൽ അലോട്ട്മെന്റ് പ്രക്രിയയുടെ മൂന്നാം ഘട്ടം പ്രധാന അലോട്ട്മെന്റ് സൈക്കിളിന്റെ അവസാനമാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് നിർബന്ധമായും ജോയിൻ ചെയ്യണം. സീറ്റ് ജോയിൻ ചെയ്യണോ വേണ്ടയോ? ഓൾ ഇന്ത്യ കോട്ടയിൽ മൂന്നാം ഘട്ടത്തിൽ ഒരു സീറ്റ് ലഭിച്ചാൽ അത് ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നൊരു പ്രധാന തീരുമാനം നിങ്ങൾ എടുക്കണം. ജോയിൻ ചെയ്തില്ലെങ്കിൽ അടുത്ത ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രക്രിയകളിൽ നിന്ന് നിങ്ങൾ പുറത്താകും. എന്നാൽ ഇത് കേരളത്തിലെ സീറ്റ് സാധ്യതകളെ ഇല്ലാതാക്കില്ല. പ്രധാന നിർദ്ദേശം: ഉയർന്ന റാങ്കുകാർക്ക് 17,000 23,000 ഇടയിലുള്ള ഓൾ ഇന്ത്യ റാങ്കുള്ളവർ കേരളത്തിലെ സർക്കാർ കോളേജിനായി കാത്തു നിൽക്കാതെ ലഭിക്കുന്ന ഓൾ ഇന്ത്യ കോട്ട സീറ്റിൽ ജോയിൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം അവർക്ക് പുറത്ത് ലഭിക്കുന്ന കോളേജുകൾ കേരളത്തിലേതിനേക്കാൾ മികച്ചതാകാം. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ വിശ്വസ്ത പങ്കാളിയായ ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഓൾ ഇന്ത്യ കോട്ടയും സ്റ്റേറ്റ് കോട്ടയും തമ്മിലുള്ള മാറ്റങ്ങൾ. സ്റ്റേറ്റ് അലോട്ട്മെന്റ് പ്രക്രിയകൾ, പ്രത്യേകിച്ചും പ്രൊവിഷണൽ ലിസ്റ്റ്, ഓൾ ഇന്ത്യ കോട്ടയിൽ ചേരാനുള്ള അവസാന തീയതിക്ക് മുൻപ് വന്നാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് സീറ്റ് തിരഞ്ഞെടുക്കാം. എന്നാൽ ഓൾ ഇന്ത്യ കോട്ടയിൽ ജോയിൻ ചെയ്ത ശേഷം കേരളത്തിലേക്ക് മാറുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടുന്നതാണ്. സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റും പ്രധാന തീരുമാനങ്ങളും. മെഡിക്കൽ സീറ്റ് ലഭിച്ച് ഓൾ ഇന്ത്യ ലിസ്റ്റിലോ കേരള സ്റ്റേറ്റ് ലിസ്റ്റിലോ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ അലോട്ട്മെന്റിലും അതീവ ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ. മൂന്നാം ഘട്ടത്തിലെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നിങ്ങൾ ഉറപ്പായും ചേരുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രം തിരഞ്ഞെടുക്കുക. നിലവിൽ നിങ്ങൾക്കുള്ളതിനേക്കാൾ മികച്ച കോളേജുകൾ മാത്രം ലിസ്റ്റ് ചെയ്യുക. അപേക്ഷകൾ, അലോട്ട്മെന്റുകൾ, എൻട്രൻസ് പരീക്ഷകൾ, സ്കോളർഷിപ്പുകൾ, കരിയർ ഗൈഡൻസ് എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യസമയത്ത് അറിയാനും മാനേജ് ചെയ്യാനും ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലോ DMലോ 360 എന്ന് ടൈപ്പ് ചെയ്യുക.